രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യ മൂല്യങ്ങളും മാത്രമല്ല, ഭരണഘടനാപരമായ അവകാശങ്ങൾ പോലും കനത്ത വെല്ലുവിളി നേരിടുകയാണ്. മുസ്ലിം ജനവിഭാഗത്തെ രണ്ടാം തരം പൗരന്മാരായി മുദ്രകുത്താനും അവരെ പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്താനുമുള്ള ശ്രമങ്ങൾ പല രൂപത്തിൽ അരങ്ങേറുകയാണ്. പൗരത്വ നിയമങ്ങളിലെ ഭേദഗതികൾ മുതൽ ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങൾ വരെ ഇതിൻ്റെ ഭാഗമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് നിരോധനം മുതൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറക്കുന്നതുവരെ നീളുന്നു ആ വിവേചന നയങ്ങൾ. നീതിന്യായ വ്യവസ്ഥയെപ്പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് എന്നതും നാം കാണേണ്ടതാണ്. നമ്മുടെ രാജ്യത്ത് BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരാണ് അധികാരത്തിലുള്ളത്. കേന്ദ്ര സർക്കാരും ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഭരണ സംവിധാനങ്ങളും മുസ്ലിം ജനവിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആസൂത്രിതമായ നീക്കങ്ങൾ ആശങ്കാജനകമായവയാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വത്തിന് പകരം വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണ് അവിടങ്ങളിലെല്ലാം നിലനിൽക്കുന്നത്. ഇഷ്ടവസ്ത്രം ധരിക്കുന്നതിൻ്റെ പേരിലും ഇഷ്ടഭക്ഷണം കഴിക്കുന്നതിൻ്റെ പേരിലും മനുഷ്യർ വേട്ടയാടപ്പെടുകയാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തെ ക്രിമിനലുകളായി ചിത്രീകരിക്കാനും അവരുടെ സ്വത്തുവകകൾ തകർക്കാനും ശ്രമമുണ്ടാകുന്നു. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനെന്ന വ്യാജേന മുസ്ലിം ആരാധനാലയങ്ങളെയും വീടുകളെയും ലക്ഷ്യമിട്ട് ബുൾഡോസറുകൾ നീങ്ങുകയാണ്. വാരാണസിയിലെ ഗ്യാൻവ്യാപി മസ്ജിദ്, മധുരയിലെ ഷാഹി ഈദ്ഗാഹ് തുടങ്ങിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മസ്ജിദുകൾക്ക് മേൽ അടക്കം ഹിന്ദുത്വ വർഗീയവാദികൾ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. ഒരു സമുദായത്തിൻ്റെ സാംസ്കാരിക ചിഹ്നങ്ങളെയും അസ്തിത്വത്തെയും മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങൾ എല്ലാ അർത്ഥത്തിലും എതിർക്കപ്പെടേണ്ടവയാണ്. ദർഗകൾ വരെ തകർക്കപ്പെടുന്ന ഘട്ടമായിരിക്കുന്നു. സൂഫി വര്യന്മാരുടെ മക്ബറകൾ വിഭജനകാലത്ത് പോലും ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ അതും ഉണ്ടാവുന്നു. ഇവിടെ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റ് മതങ്ങളുടെ ഇതുപോലുള്ള സംവിധാനങ്ങളിലെല്ലാം അത്തരം മതത്തിൽപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇസ്ലാമേതരില്ലാത്ത നിലയിൽ തന്നെ വരുംകാലത്തും വഖഫ് ബോർഡുകൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിലെ പ്രമുഖ വിഭാഗങ്ങൾ നമ്മുടെ ഇവിടുത്തെ അനുഭവമൊക്കെ എടുത്താൽ സർക്കാർ സമിതികളിൽ ഉണ്ടായിരുന്നില്ല. മാറ്റി നിർത്തിയ ചില ദുരനുഭവങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ വിവേചനവും വേർതിരിവും ഇല്ലാതെയാണ് അത്തരത്തിലുള്ള എല്ലാ സമിതികളും
കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് കാണാൻ നമുക്ക് കഴിയും. ഹജ്ജ് കമ്മിറ്റി, മൈനോറിറ്റി കമ്മീഷൻ, വഖഫ് ബോർഡ്, ഓർഫനേജ് കൗൺസിൽ ഇവയുടെയെല്ലാം ഘടന നോക്കിയാൽ തന്നെ വ്യത്യാസം വ്യക്തമാവും. കൽപ്പിച്ചുകൂട്ടി ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന രീതി ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം അവസാനിപ്പിച്ചു. തമ്മിൽ ഭിന്നിപ്പിച്ച് ചിത്രീകരിക്കുന്ന ഏർപ്പാടും അവസാനിപ്പിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്ഥിതി കൊണ്ടുവന്നു. ഏതെല്ലാം തലത്തിലാണ് ദേശീയ തലത്തിൽ വിവേചനമുണ്ടായത് എന്ന് ശ്രദ്ധിച്ചവരായിരിക്കും നിങ്ങൾ. മുത്തലാഖ് നിയമം തന്നെ എടുത്താൽ മതി. ഇതിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു പുരുഷൻ വിവാഹബന്ധം വേർപെടുത്തിയാൽ സിവിൽ കേസിന് പുറമെ ക്രിമിനൽ കേസ്. എന്നാൽ മറ്റു വിഭാഗങ്ങൾക്കൊന്നും അതില്ല. ഇനി പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യമെടുത്താലോ, മറ്റ് മതക്കാർ ഇങ്ങോട്ട് വന്നാൽ അവർക്ക് പൗരത്വം, എന്നാൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് പൗരത്വ നിഷേധം. ഇതിൽ പരം വിവേചനം വേറെ കാണാനാവൂ. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഡീറ്റൻഷൻ ക്യാമ്പുകൾ പണിയുകയാണ്. നമ്മുടെ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അത്തരം ഡീറ്റൻഷൻ ക്യാമ്പുകൾ പണിയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഡീറ്റൻഷൻ ക്യാമ്പ് എന്നത് പൗരത്വ വിവേചനത്തിൻ്റെ ക്യാമ്പേ അല്ല. അത്തരത്തിലുള്ള ഒരു വിവേചനത്തിൻ്റെ ഡീറ്റൻഷൻ ക്യാമ്പും കേരളത്തിലുണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. നമ്മുടെ രാജ്യത്ത് കാശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് അതിനെ 2-3 ഖണ്ഡങ്ങളായി വിഭജിച്ചത് എന്ത് ലാക്കോടെയാണ് എന്ന് മതനിരപേക്ഷ ഇന്ത്യ കൃത്യമായി മനസ്സിലാക്കിയതാണ്. എന്തിനായിരുന്നു അത്? സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം തകർക്കാൻ തന്നെ. വിഭജനഘട്ടത്തിൽ ആകെ കലുഷവും അസ്വസ്ഥവുമായ അന്തരീക്ഷത്തിൽ ജനങ്ങളുടെ ആകെ മനസ്സ് സ്വാധീനത്തിലാക്കാൻ വിശാല മനസ്കതയോടെ കാശ്മീരിന് അനുവദിച്ച പ്രത്യേക പദവിയാണ് ഇല്ലാതാക്കിയത്. ആ ഘട്ടത്തിൽ ഇന്ത്യയോടൊപ്പം ഉറച്ചു നിൽക്കുന്ന സമീപനമാണ് കാശ്മീർ ജനത പ്രകടിപ്പിച്ചിരുന്നത് എന്നതും നാം പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്.